ഒരു കാര്യം നിങ്ങൾ അറിയണം, അതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഒരു പൊടിക്കും നൽകാൻ ഇല്ല എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അറിയുകയും തിരിച്ചറിയുകയും പറയുകയും പറയിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഒരു നെസസിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. മകൻ കത്തിച്ച വീടിന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്ന ഒരു അച്ഛന്റെ വാർത്ത. ഞാനിവിടെ 2 പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ്, ഷാഫി പറമ്പിൽ തന്നെ പഠിപ്പിച്ച സ്വന്തം ടീച്ചറെ കണ്ടതും സ്റ്റേജിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിട്ട് ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. തന്നെ പഠിപ്പിച്ച ടീച്ചറെ അപ്രത്യക്ഷമായി കണ്ടതും സ്റ്റേജിൽ നിന്ന് എണീറ്റ് ഓടിച്ചെന്ന് ടീച്ചറെ കെട്ടിപ്പിടിച്ചപ്പോൾ പെരിന്തൽമണ്ണ MAS വെച്ച് നടക്കുന്ന MASൻ്റെ 60ാം വാർഷിക സമാപന ചടങ്ങിൽ നിന്നാണ് ഈ ഒരു ദൃശ്യം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഇതും ഈ ഒരു വീഡിയോയും വേറൊരു ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആയിട്ട് കണക്റ്റായി. അതെല്ലാവരും കണ്ടു കാണും, അത്യാവശ്യം എല്ലാ ആളുകളും കണ്ടു കാണും. ഞാനതിവിടെ വെക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാനുള്ള ഒരു കരുത്ത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. കാരണം ഞാൻ പോലും കണ്ടിട്ട് പോലും എനിക്ക് തന്നെ അത്രയ്ക്കും ഒരു വല്ലാത്തൊരു ഫീല് തന്നെ തോന്നിപ്പോയി. നമ്മൾ സങ്കടം കൊണ്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, കാരണം അത്രയും ഒരു വിഷമിക്കുന്നതും അതിലുപരി നമുക്ക് ദേഷ്യം വരുന്നതുമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഇന്ന് കണ്ടത്. ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് അധ്യാപിക ഒരു കുട്ടിയെടുത്ത് കാണിച്ച തെമ്മാടിത്തരം നമ്മൾ ഇന്നെല്ലാവരും കണ്ടതാണ് അല്ലേ. ആ കുട്ടിയെ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. ഇതുപോലുള്ള അധ്യാപകരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള അധ്യാപകരെയൊക്കെ സമൂഹത്തിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിക്കണമെന്ന് അഭിപ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഷാഫി പറമ്പിൽ തൻ്റെ ടീച്ചറിനെ കണ്ടപ്പോഴത്തേക്ക് ആ കാണിച്ച ആ ഒരു ഇതും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ വീഡിയോസൊക്കെ നിങ്ങൾ അടുത്തേക്ക് വരത്തുള്ളൂ. എനിക്ക് ഒരു 10 പേരെങ്കിലും ഇതുപോലുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാവരിലേക്കും വീഡിയോ എത്തത്തുള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഈ ഷാഫി പറമ്പിലെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് കണക്റ്റായത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ കണ്ടൻറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. കാരണം ഇന്ന് കണ്ട ഒരു നല്ലൊരു നിമിഷവും ഒരു മോശപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് ഉറപ്പായിട്ടും ഇത് ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഞാനൊരു പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റും കൂടെ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. 40 വർഷക്കാലത്തോളം MAS സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച സാറിനെ ജഗദീഷ് ചേട്ടനും ഷാഫി പറമ്പിലും ചേർന്ന് MASൻ്റെ ആദരം നൽകിയപ്പോൾ ജഗദീഷ് ഉണ്ട് കണ്ട 40 വർഷം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ അധ്യാപകൻ 40 വർഷം ആ കുട്ടികളെ പഠിപ്പിച്ച് സ്വന്തം കുട്ടികളെ പോലെ 40 വർഷം സേവനം അനുഷ്ഠിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. ടീച്ചറിനെ സ്റ്റേജിലിരിക്കുന്ന ഷാഫി പറമ്പിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും ആ ഒരു ഇതാണ് ടീച്ചറും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ കണ്ട ആ ഒരു വീഡിയോയും ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം നമ്മളെ മക്കളെ എവിടെയും സേഫ് അല്ലെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്തെ ടീച്ചർമാരാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കണക്ക് തന്നെ, അവരവരുടെ മക്കൾ അവരവരുടെ മാതാപിതാക്കളെടുത്ത് മാത്രമേ സേഫായിട്ടുള്ളൂ എന്ന്. പിന്നെ ചില ഇതിൽ നമ്മൾ കാണുന്നതാണ് സ്വന്തം മാതാപിതാക്കളെടുത്ത് പോലും സേഫല്ല. ഓക്കെ, എന്തായാലും ഞാനിവിടെ 1-2 വീഡിയോസൊക്കെ വെച്ച് തരാം. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിൻ്റെ ലഹരിക്കെതിരെ ഷാഫി പറമ്പിൽ നടത്തുന്ന ഒരു സ്പീച്ചുണ്ട്. അതാരും സ്കിപ്പ് ചെയ്യില്ലേ. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങൾ ലഹരിക്കെതിരെ ഏതെങ്കിലും ഒരു MLA ഒരു മന്ത്രിയോ MP ലഹരിക്കെതിരെ കഴിഞ്ഞ 10 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് ഷാഫി പറമ്പിൽ ഈ ഒരു സ്പീച്ച് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ലഹരിക്കെതിരെ നടത്തുന്ന ശക്തമായിട്ടുള്ളൊരു സ്പീച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കാനുണ്ട്, അതുപോലെ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ ടീച്ചറിനെ വന്ന് ആലിംഗനം ചെയ്യുന്നതും ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുന്നതുമായിട്ടുള്ളൊരു വീഡിയോ സ്റ്റേജിലിരിക്കുന്ന ഷാഫി പറമ്പിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ആ ഒരു കണ്ണ് നിറഞ്ഞു. കാരണം നമ്മളെ പഠിപ്പിച്ച ടീച്ചറിന് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊന്നും തന്നെയാണ്. ചിലവരൊക്കെ നീ എവിടെ വെച്ച് കണ്ടാലും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ചില ടീച്ചർമാരാണെങ്കിൽ പിള്ളേരോട് നിൽക്കുന്ന ആ ഒരു ഇതും വെച്ചിട്ടും പിള്ളേർ മൈൻഡ് ചെയ്യത്തില്ല. കുട്ടികൾ
ചില കുട്ടികൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ആയിരിക്കും അവർ വളർന്ന് എത്ര ഉയരങ്ങളിലെത്തിയാലും ആ ഒരു ടീച്ചറിനെ കാണുമ്പോഴത്തേക്ക് ആ ഒരു കൊടുക്കുന്ന റെസ്പെക്റ്റും ബഹുമാനമൊക്കെ ഉണ്ടല്ലോ, അത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും അത് കിട്ടുക തന്നെ ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടുപോകെ. എന്തല്ലേ, ഒരു ടീച്ചർക്ക് കിട്ടേണ്ട ഇതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നും കിട്ടത്തില്ല. താൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി ഇത്രയും ഉയരങ്ങളിലെത്തി ഒരു MP ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കണ്ടപ്പോൾ അതൊക്കെ മറന്നിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണമെങ്കിൽ അവർക്ക് അതിലും വലിയൊരു സന്തോഷം വേറെ കിട്ടാനില്ല ജീവിതത്തിൽ. ഇനി ഞാൻ ജഗദീഷിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. എന്നല്ലേ 40 വർഷം സേവനം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിച്ച കാര്യമല്ല. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഏത് സ്ഥലത്തായിക്കോട്ടെ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കണ്ട് പഠിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവമില്ലേ, ആ അധ്യാപകരൊക്കെ ഇവരെ കണ്ട് അങ്ങനെ മൈൻഡ് സെറ്റുള്ള അധ്യാപകരൊക്കെ ഇതുപോലുള്ള അധ്യാപകരെയൊക്കെ കണ്ട് പഠിക്കണം. ഇനി ഞാനിവിടെ ആ ഒരു സ്പീച്ച് വെച്ച് തരാം കേട്ടോ, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യില്ലേ. കാരണം ലഹരിക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഷാഫി പറമ്പിലിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇതിൽ പുള്ളി പറയുന്നുണ്ട്. നമ്മളിത് ചിന്തിക്കേണ്ടതും അതുപോലെ നമുക്കൊരു കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. നിങ്ങളെന്തായാലും ഒന്ന് കണ്ടുമൊക്കെ, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ മൊബൈലിൽ കണ്ട ഒരു വാർത്ത, ഒരു മുൻ സന്തോഷ് ട്രോഫി താരത്തിന്റെ വെളിപ്പെടുത്തലാണ് അച്ഛൻ സാറ്. ആ സന്തോഷ് ട്രോഫി താരത്തിന്റെ വീട്ടിൽ മൊബൈൽ ഫോൺ ക്യാമറ ചാനലുകൾ ചെന്നിരിക്കുക. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിന്റെ വീട് തീ കത്തിയിരിക്കുന്നു. പഴയൊരു സന്തോഷ് ട്രോഫി താരത്തിന്റെ വീട് തീ കത്തിയിരിക്കുന്നു. ആ തീ കത്തിയതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതിന്റെ വേദന. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങളുടെ മകനാണ് ഞങ്ങളുടെ വീടിന് തീ കൊളുത്തിയത് എന്ന് കണ്ണീരോടെ അച്ഛൻ പറയുന്നതിന്റെ വാർത്ത 5 മിനിറ്റ് മുമ്പ് മൊബൈലിൽ കണ്ടിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സാർ എന്താ കാരണം? അവൻ ലഹരിക്ക് അടിമയായി പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു, അത്തരമൊരു ഗാങ്ങിൽ പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നാടിന്റെ സന്തോഷ് ട്രോഫിയുടെ കളി ഇപ്പൊ വേൾഡ് കപ്പിന്റെ കാലം നടന്നുകൊണ്ടിരിക്കുക. മലയാളി വേൾഡ് കപ്പിന്റെ ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് റേഡിയോയിൽ സന്തോഷ് ട്രോഫിയുടെ കമന്ററി കേട്ടിട്ട് IM വിജയനും CV പാപ്പച്ചനും കുരികേഷ് മാത്യുവും അടങ്ങുന്ന അന്നത്തെ കേരള പോലീസ് ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഫുട്ബോളിൽ നേടുന്ന ഓരോ ഗോളിനും റേഡിയോ കമന്ററി കേട്ട് ആഹ്ലാദം പങ്കുവച്ചിരുന്ന ഒരു ജനതയുടെ പ്രതിനിധീകരിച്ച് സന്തോഷ് ട്രോഫി കളിച്ച ഒരു താരത്തിന്റെ മകൻ സ്വന്തം വീട് കത്തിച്ചതിന്റെ വേദന ഈ നാട്ടിലെ ആളുകൾക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ, അച്ഛനെയും അമ്മയും കൊല്ലാൻ മടിക്കാത്തവരുടെ പട്ടികയിലേക്ക് ഇത് ഉപയോഗിച്ചതിന്റെ പേരിൽ മക്കളുടെ പെരുമാറ്റം ആയി മാറുന്നതിന്റെ വേദന ഇവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ടെങ്കിൽ, മക്കളാൽ കൊല്ലപ്പെടുന്ന അച്ഛനമ്മമാരുടെ വാർത്ത കേരളത്തിൽ നമുക്ക് വായിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ അറിയണം, ആവർത്തിച്ച് ഞാൻ പറയുന്നു, നമ്മുടെ ബോധം നശിപ്പിക്കുന്ന അത്തരം സബ്സ്റ്റൻസിനെ, അത്തരം ആളുകളെ, അത്തരം പർട്ടിക്കുലേഴ്സ്, അത്തരം കാര്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ചെറുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായേ പറ്റൂ. ഇവിടെ പാഷനെ പറ്റി പറഞ്ഞല്ലോ, 92ാമത്തെ വയസ്സിലും ഒരു മരത്തൈ നടാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ മനസ്സ്, ആ പച്ചപ്പ് കാണുമ്പോൾ കിട്ടുന്ന ലഹരി ഒരു മയക്കുമരുന്നിനും നൽകാനില്ല. 1, 2, 3 തവണ തോറ്റിട്ടും തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ, നാടിന്റെ ജനപ്രതിനിധിയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന് അടുത്ത തലമുറക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇനീഷ്യേറ്റീവ് ഒരു ചെറു പുഞ്ചിരിയോടെ എടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു ലഹരിയും കിട്ടാനില്ല. ശാസ്ത്രബോധത്തിന്റെ വഴിയെ നടക്കുമ്പോൾ, ഈ തലമുറയെ കാണുമ്പോൾ ആ വഴിയിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ച് നടത്താൻ തന്റെ സമയവും ആരോഗ്യവും ഇപ്പോഴും ചെലവഴിക്കാൻ കഴിയാവുന്ന ഒരാൾ, ഡോക്ടർ അച്യുത് ശങ്കറിനെ പോലൊരാൾ, ആ പാഷൻ അദ്ദേഹത്തിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു ലഹരിക്കും നൽകാനല്ല. പാട്ടിന്റെ വരിയും അർത്ഥവും വരികളും പാടിയും പറഞ്ഞും നിങ്ങൾക്കൊപ്പം ഈ നാടിനും ഭാവിക്കും വേണ്ടി സമയം ചെലവഴിക്കുന്ന ഈ വേദിയിൽ സൈത്തേട്ടനെ പോലുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി 12:30 മണിക്ക് കിലിയൻ എംബാപ്പയുടെയും മെറീനയുടെയും സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ആര് ജയിക്കണമെന്ന് രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുമ്പോൾ, നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും
രണ്ടുപേരും തമ്മിൽ പോരാടുമ്പോ അതിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അവിടെ ജൂഡ് ബെല്ലിംഗാമിന്റെ ഒരു ഗോൾ കണ്ടാൽ, ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ കണ്ടാൽ നിങ്ങൾ ടിവിയുടെ മുമ്പിൽ കൊണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ അറിയണം, അതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഒരു പൊടിക്കും നൽകാൻ ഇല്ല എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അറിയുകയും തിരിച്ചറിയുകയും പറയുകയും പറയിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം, ഒരു നെസസിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. മകൻ കത്തിച്ച വീടിന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്ന ഒരു അച്ഛന്റെ വാർത്ത ഇന്ന് വൈകുന്നേരം 10 മിനിറ്റ് മുമ്പ് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, വലിയൊരു ഫൈറ്റിന്റെ ഭാഗമാവാൻ നിങ്ങളും കൂടെ അണിനിരക്കേണ്ട കാലമാണ്. നിങ്ങൾ വിചാരിച്ചാൽ അതിന് പറ്റും, അത് പറ്റണം. ലഹരിയെ നമുക്ക് തുരത്തണം. ഈ ഫ്യൂച്ചർ, നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങൾ അത് അൺലിമിറ്റഡ് ആണ്. ലോകത്തിൻ്റെ ഏത് കോണിലേക്കും നിങ്ങളുടെ പ്രതിഭ ഇന്ന് ചെന്നെത്തും. നിങ്ങളുടെ ടാലന്റിനെ ജോഗ്രഫിക്കലി കൺഫൈൻ ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയും വലിയ ഗോഡ് ഫാദർമാരും പ്ലാറ്റ്ഫോം ഒന്നും വേണ്ട, വീട്ടിൽ വലിയ കാറും സൗകര്യം ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതിനെ പാഷനോടെ സമീപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു സുഹൃത്തിൻ്റെ സന്തോഷം, അതിനോട് ചേരാനുള്ള മനസ്സ്, സങ്കടത്തിൽ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ്. ഇപ്പം മെഷീൻ്റെ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളെ പറ്റി ഞാൻ ഇനിയൊന്നും പ്രസംഗിക്കുന്നില്ല, പ്രസംഗം നീണ്ടുപോയി, ഞാൻ അവസാനിപ്പിക്കുന്നു. മെഷീൻ ക്യാൻ തിങ്ക്, ഈ കാലത്ത് മെഷീന് ചിന്തിക്കാൻ പറ്റും, ബട്ട് മെഷീൻ കാൻ ഫീൽ. അല്ലേ? മെഷീന് ചിന്തിക്കാൻ പറ്റും ഇപ്പോൾ, ബട്ട് മെഷീൻ കാൻ ഫീൽ. നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ സാരല്ല കേട്ടോ എന്ന് പറയുന്നത് പറയാൻ ഒരു മെഷീനും ഒരു കാലത്തും ലോകത്ത് സാധിക്കില്ല എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം സാധ്യതകളുടെ കാലമാണ്. അവിടെ ഇമോഷണൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്റലിജൻസും പരാജയപ്പെട്ടു പോവാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ച പറ്റും. കാരണം യു ആർ ആർ ഫ്യൂച്ചർ ആൻഡ് ദ ഫ്യൂച്ചർ ഇസ് നൗ. അതാണ് എം ലിജു എന്ന ഈ ജനപ്രതിനിധിയുടെ ഇനീഷ്യേറ്റീവ് ഇന്ന് കായംകുളത്തിന്റെ മണ്ണിൽ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. എന്തല്ലേ, ഓരോ മാതാപിതാക്കളും കേട്ടിരിക്കേണ്ടതും ഓരോ കുട്ടികളും കേട്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു നല്ലൊരു സ്പീച്ച് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു 2 സംഭവമായിട്ട് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു. കാരണം അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യണമെന്ന് തോന്നിയത്. വേറെ ഒരുപാട് സബ്ജക്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.